ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് 4ാമത്തെ ലെസൺ ആയിട്ടുള്ള ഇൻക്രീസിങ് നമ്പേഴ്സ് എന്ന് പറയുന്ന ലെസൺ ആണ്. അപ്പോൾ ഇതിന് മുന്നുള്ള എല്ലാ ലെസൺസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് നോക്കി നോക്കാം. യൂണിറ്റ് 4 ഇൻക്രീസിങ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കവർ പേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. then ആദ്യം എന്താ ഓപ്പണിംഗ് ദ ഡോർ. ധ്വനി went to Chico Park with her mother and father. Her brother Dhanu is also with them. അപ്പോൾ എന്താണ് ഈ ധ്വനി അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ അനിയൻ്റെയും അല്ലെങ്കിൽ ചേട്ടൻ്റെ ബ്രദറിൻ്റെയും കൂടെ എങ്ങനെയാണ് ജിക്കോ പാർക്കിലേക്ക് പോവാണ്. ഓക്കെ, പോയി. Press 2 numbers with their sum 100 to open the door. അപ്പോൾ എന്താണ് രണ്ട് നമ്പേഴ്സ് നമ്മൾ അടിക്കണം. ആ രണ്ട് നമ്പേഴ്സിൻ്റെ സം എത്രയായിരിക്കണം? 1000 ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 490 and 10 make 500. We need only 500 more. അപ്പോൾ എന്താണ്? അപ്പോൾ രണ്ട് നമ്പേഴ്സ് അടിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് നമുക്ക് അടിച്ചാൽ അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 1000 കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ നമ്പർ 490 അപ്പോൾ 490 തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ എന്തടിച്ചാലാണ് നമുക്ക് 1000 കിട്ടുക? അതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹിയർ ഈസ് എ നമ്പർ വിത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് കുറേ ഗസ്സസ് ആണ് അവിടെ ഉള്ളവർ പറയുന്നുണ്ട്. 490ൻ്റെ കൂടെ 10 കൂട്ടിയാൽ നമുക്ക് 500 കിട്ടും. 490ൻ്റെ കൂടെ 10 കൂട്ടിയാൽ നമുക്ക് 500 കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 500 കൂടി കൂട്ടിയാൽ നമുക്ക് 1000 കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഡോറ് തുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മളൊരു 490 എടുത്തു. പിന്നെ എന്ത് ചെയ്താൽ മതി? 490ൻ്റെ കൂടെ ഒരു 500ഉം ഒരു 10ഉം. അപ്പോൾ എത്രയാണ്? 510 കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര നമുക്ക് കിട്ടി? 1000 കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഡോറ് തുറക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 490ഉം 510 ആക്കിയാൽ മതി. അപ്പം നമുക്ക് 1000 കിട്ടും. അങ്ങനെ ഈ ഡോറ് തുറക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. പെന്നിൻ്റെ കളർ ഒന്ന് മാറ്റാം. ഓക്കെ, നമ്പർ പെയേഴ്സ്. അപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്പർ പെയേഴ്സ് ആണ്. ക്യാൻ യു റൈറ്റ് ദ നമ്പർ പെയേഴ്സ്? അപ്പോൾ നമ്പർ പെയേഴ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 1000, അതായത് ഈ സംഖ്യയും കൂടി കൂട്ടിയാൽ നമുക്ക് 1000 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് 490 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 510 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ ഇനി ഇവിടെയാണെങ്കിൽ നമ്മൾ 100ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 1000 കിട്ടുക? 900, 900. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000ന്ന് ഈ വലുതിൽ നിന്ന് ഈ ചെറുതായിട്ടുള്ള 100 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടുത്തെ സംഖ്യ കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കാണാൻ എന്താ ചെയ്യുക? അടുത്തത് കാണാൻ നമ്മൾ 1000ൽ നിന്നും 793 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 793 മൈനസ് ചെയ്താൽ 207 കിട്ടും. അപ്പോൾ 793 പ്ലസ് 207 ആണ് എത്ര? 1000. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നിട്ടില്ല. രണ്ടെണ്ണം കൂട്ടിയ 1000 കിട്ടണം. അപ്പോൾ നമുക്കറിയാം എന്ത്? 500 പ്ലസ് 500 എത്രയാണ്? 1000 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? 450 പ്ലസ് 550 എത്രയാണ്? 1000 ആണ്. ഇനി നമുക്ക് വേറെ എന്ത് എഴുതാൻ പറ്റും? ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും സംഖ്യ എടുത്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളൊരു
600 എടുത്ത് നോക്കി. എന്നിട്ട് 1000 മൈനസ് 600 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 400. അപ്പം നമുക്ക് എന്ത് ചെയ്താം? 600 പ്ലസ് 400 എത്രയാണ്? 1000 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത് നോക്കാം. സം 1000. Fill up the blanks to get some 1000. അപ്പൊ എന്താണ്? സമ്മ് ചെയ്താൽ നമുക്ക് 1000 കിട്ടണം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ? ഫില്ലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, 490 പ്ലസ് 10 പ്ലസ് 500 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1000 കിട്ടി. അപ്പൊ ഇനി ഇവിടത്തേൽ നോക്കൂ, 490, ഈ 490 സെയിം ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ബാക്കി ഒരൊറ്റ സ്പേസേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ 10 പ്ലസ് 500 എത്രയാണ്? 510. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് കിട്ടി. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഉള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് നോക്കി പറഞ്ഞേ. ഇവിടെ ഉള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ഇതും ഇതും കൂടിയിട്ടൊന്ന് കൂട്ടി നോക്കുക. 793 പ്ലസ് 7 ചെയ്ത് നോക്കുക. 0 ബാക്കി 1, 9 കഴിഞ്ഞാൽ 10 ബാക്കി 1 എത്രയാണ്? 800 കിട്ടി. അപ്പോൾ ഇതും ഇതും കൂടി കൂട്ടിയപ്പോൾ 800 കിട്ടി. ആ 800 എന്ത് ചെയ്താൽ മതി? 1000ത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ പോലെ. 1000 മൈനസ് 800 എന്ന് പറഞ്ഞാൽ എത്രയാ? 200. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള സംഖ്യയാണ് എത്ര? 200. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഈ സാരം ഇവിടെ സെയിം ആണ്. ബാക്കിയുള്ളതിൽ എന്ത് ചെയ്താൽ മതി? ഈ 7ഉം 200ഉം കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അതായത് 207. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, 551ഉം 9ഉം. അപ്പൊ 551 പ്ലസ് 9 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5, 6, 560 കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 560 1000ത്തിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. 1000 മൈനസ് 560 440. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ 440 എന്ന് കിട്ടി. ഇത് സെയിം ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സംഖ്യ കിട്ടാൻ 440 പ്ലസ് 9 എത്രയാണ്? 449. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? 800 പ്ലസ് 100 900. 900 പ്ലസ് 100 എത്രയാണ്? 1000. ഓക്കെ. ഇനി അടുത്തത് 700 പ്ലസ് 200 എത്രയാണ്? 7 കഴിഞ്ഞാൽ 8, 9 പ്ലസ് 1 എത്രയാണ്? 10. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. 0 0 0 0 0 0. അപ്പൊ നമ്മൾ 2 0 ഇട്ടു. പിന്നെ 6, 6 പ്ലസ് 3 9, 9 പ്ലസ് 1 10. ഓക്കെ. ഇനി അടുത്തത് എന്താ? അടുത്തത് 5ഉം 4ഉം ആണ്. 5ഉം 4ഉം 9. അപ്പൊ ഇനി ബാക്കി ഒന്നും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 1000 കിട്ടും. ഇനി എന്താണ്? 4ഉം 3, 4 കഴിഞ്ഞാൽ 5, 6, 7 700 ആണ്. 7ന്റെ കൂടെ 3 കൂട്ടിയാലല്ലേ 10 കിട്ടുക. അപ്പൊ ഇവിടെ 300 വരും. ഓക്കെ. ഇനി അടുത്തതിൽ എന്താ വരിക? ഇവിടെ 600 ആണ്. 1000ത്തിൽ നിന്ന് 600 മൈനസ് ചെയ്താൽ നമുക്ക് 400 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 200ഉം 200ഉം കൊടുത്താൽ മതി. ഇവിടെ അപ്പൊ 400 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 300ഉം 300ഉം കൊടുത്താൽ മതി. ഇവിടെ 500 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 250 കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ സിമ്പിൾ ആണ്. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നോക്കിയിട്ട് ചെയ്യാം. ഇനി അടുത്തത് എന്താ? കംപ്ലീറ്റ് ദ ഗാർലാൻഡ്സ്. അപ്പൊ ഇവിടെ എന്താണ്? 9000 ആണ്. 10,000 ആയി. 9000 10,000 ആയി. ഓക്കെ. ഈ 0 സെയിം ആണ്, ഈ 0 സെയിം ആണ്. 9 10 ആയി. അപ്പൊ അടുത്തത് എത്ര വരും? 11,000. അടുത്തത് 12,000, 30,000. അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് നോക്കാം. 10,000 കഴിഞ്ഞാൽ 11,000. അത് കഴിഞ്ഞാൽ 12,000, 30,000, 40,000,
50,000, 60,000, 70,000, 80,000. ഓക്കെ, അപ്പം അങ്ങനെ അങ്ങോട്ട് പോകും. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ഷൂട്ടിംഗ്സ് കോർണർ. കാൽക്കുലേറ്റ് ദ പോയിന്റ്സ് ഫോർ ഷൂട്ടിംഗ് ആൻഡ് ഫൈൻഡ് ദ വിന്നർ. 3 shots for each. അപ്പോൾ എന്താണ്? ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ ആണ്. റൈറ്റ് ദ പോയിന്റ്സ് ഈച്ച് ഗോട്ട്. അപ്പോൾ ധനുവിനും ധ്വനിക്കും കിട്ടിയിട്ടുള്ള പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ആർക്ക് കിട്ടിയത്? ധനുവിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ പോയിന്റ്സ് എത്ര കിട്ടിയിട്ടുണ്ടാകും കണ്ടുപിടിക്കാൻ നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒക്കെ കൂടി ആഡ് ചെയ്യുക. നമ്മൾ 5 ഇറക്കിയിട്ടു, 2 ഇറക്കിയിട്ടു, 9 കഴിഞ്ഞാൽ 10, 10ഉം 5ഉം 15. അപ്പോൾ ധനുവിന് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് 1525, 1525. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് ധ്വനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ധ്വനിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ബ്ലാങ്ക് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതും കൂടി ആഡ് ചെയ്യുക, ദെൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് 750 പ്ലസ് 250 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. ആ 1000 നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ആയിട്ടുള്ള 1475 നിന്നും നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 5, 7, 4 എത്രയാണ്? 475. ഓക്കെ, അങ്ങനെ കിട്ടും. ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കൂ. അടുത്തത് മിനി ഗോട്ട് 1363 points in 3 shots. അപ്പോൾ മിനിക്ക് 1363 പോയിന്റ്സ് ആണ് 3 ഷോട്ടിലൂടെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് ഷീ ഹിറ്റ്? അപ്പോൾ അവള് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ 1 തന്നിട്ടുണ്ട്. എത്രയാണ്? 363. അപ്പോൾ ടോട്ടൽ കിട്ടുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് 1363 ആണ്. അപ്പോൾ നമ്മൾ 1363 നിന്ന് ഇത് മൈനസ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് 1000 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി 2 നമ്പേഴ്സ്, അതായത് ഇതും കൂടി ആഡ് ചെയ്ത് ഇനി നമുക്ക് കിട്ടേണ്ട സംഖ്യയാണ് എത്ര? 1000 കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന സർക്കിളിൽ ഏതെങ്കിലും 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 1000 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. സിമ്പിൾ ആൻസർ 900 പ്ലസ് 100 എത്രയാണ്? 900 പ്ലസ് 100 എത്രയാണ്? 1000 ആണ്. അപ്പോൾ ഇനി നമുക്ക് ആൻസർ ഒന്ന് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 900 പ്ലസ് 100 പ്ലസ് 363. ഈ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്. 3 ഇറക്കിയിട്ടു, 6, 9 കഴിഞ്ഞാൽ 10, 13. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1363, 1363 എന്ന് കിട്ടി. അപ്പം നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. ഓക്കെ, സുഹേൽ ഹിറ്റ് 363 in all 3 shots. How many points did he get? അപ്പോൾ സുഹേലിൽ എന്താണ്? സുഹേൽ 363 പോയിന്റ്സ് ആണ് 3 ഷോട്ടിലൂടെ സുഹേലിന് കിട്ടിയത്. How many points did he get? അപ്പോൾ അതും എന്ത് ചെയ്താൽ മതി? നമ്മൾ മേലെ ചെയ്ത പോലെ 363 ഏതാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. Have to add 363 3 times. Adding 360 3 times is enough. Twice 3 is 6. Double of 3 is 6. അപ്പോൾ ഇവിടെ നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുകയാണ്. Twice 3, 3ന്റെ twice എന്ന് പറയുന്നതാണ്. 3ന്റെ twice എന്ന് പറയുന്നതാണ് 6. 3ന്റെ ഡബിൾ എന്ന് പറയുന്നതും എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇനി കൂട്ടുകാർക്ക് twice എന്ന് പറയുമ്പോഴും അതുപോലെ ഡബിൾ എന്ന് പറയുമ്പോഴും കൂട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവണം. twice എന്താണ്? twice 3 is 6 and double of 3 ആണ് എന്ത്? 6.
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടുത്തെ ആൻസർ ഞാൻ തന്നെ പറഞ്ഞുതരാം. സുഹൈല് 363 പോയിന്റ്സ് 3 ഷോട്ടിലൂടെ ഹിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 363 എന്ത് ചെയ്യുക? 3 വർഷം ആഡ് ചെയ്യുക. ഓക്കെ, 3 3 6, 6 3 9, 6 6 12, 12 18, ബാക്കി 1 3 6 9 10, 1089 പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്, കൂട്ടുകാർക്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? ഡിഫറെൻറ്റ് വേസ് ടു ആഡ്. അപ്പം നമുക്കറിയാം എന്താണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വേസ് ഉണ്ട്, പല പല മെത്തേഡ്സ് ഉണ്ട് എന്ത് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. മെത്തേഡ് 1 എന്താ? മെത്തേഡ് 1 നമുക്ക് 1089 നമുക്ക് എങ്ങനെ കിട്ടിയെന്നാണ് മെത്തേഡ് 1ൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് 300 + 60 ചെയ്തു +3 ചെയ്തു. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തു? 3 പ്രാവശ്യം ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ 300 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 900 കിട്ടി. 60 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 150 കിട്ടി. 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കിട്ടിയ സംഖ്യ എല്ലാം കൂടി നമ്മൾ ഒന്നും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1089 കിട്ടി. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ 300 3 പ്രാവശ്യം ചെയ്യുന്നതിന് പകരം നമുക്ക് 300 × 3 ചെയ്യാം. അപ്പോൾ നമുക്ക് 900 കിട്ടും. ദെൻ 60 ഈ 3 പ്രാവശ്യം ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 60 × 3 ചെയ്യാം, 180 കിട്ടും. ദെൻ എന്താണ് 3 × 3 അല്ല 9 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയാൽ നമുക്ക് 1089 കിട്ടും. അപ്പോൾ ഒരു കാര്യം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് പല പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് 363 + 475 + 750 നമുക്ക് എന്ത് ചെയ്യാം? 300 + 60 + 3 ഓക്കെ, 363 നമ്മൾ ആദ്യം എഴുതി 300 + 60 + 3 എന്ന് എഴുതി. then അടുത്ത സംഖ്യയെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി എഴുതി 400 + 70 + 50 എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. 3 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ ആദ്യം എഴുതി 300 എഴുതി, 400 എഴുതി, then 2 ഡിജിറ്റ് എഴുതി, then 1 ഡിജിറ്റ് എഴുതി. പിന്നെ എന്ത് ചെയ്തു? ആ കിട്ടിയിട്ടുള്ള സംഖ്യകളെല്ലാം ആഡ് ചെയ്തു, ലാസ്റ്റ് നമുക്ക് കിട്ടി. ഇനി ആ കിട്ടിയിട്ടുള്ള ആൻസർ ഇപ്പം ഇത്ര നമ്മൾ ചെയ്തുള്ളൂ. ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 750 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 838 ആണ്. 363 475 കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമുക്ക് 800 + 30 + 8 എന്ന് എഴുതാം. അതിൻ്റെ കൂടെ 750 700 + 50 50 + 8 ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ ഒരു ഭാഗത്ത് എഴുതി, 800 + 700 എഴുതി, then 2 ഡിജിറ്റ് 300 + 50, പിന്നെ എന്താണ്? പിന്നെ 1 ഡിജിറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? 800 700 30 50 750 ആണ്, 758 അല്ല, അതുകൊണ്ട് ഇവിടെ 0 ആണ് വരിക. then 50 + 8 വന്നു. ഇനി എന്താ? 800ഉം 700ഉം കൂടി ആഡ് ചെയ്ത 1500 കിട്ടും. 50 30ഉം ആഡ് ചെയ്ത 80 കിട്ടും, +8 കിട്ടും. ഇനി 1500 + 80 എത്രയാണ്? 1080 + 8, അപ്പം എത്ര കിട്ടും? 1088. ഓക്കെ, അപ്പം ഇതൊരു മെത്തേഡ്. പിന്നെ നമുക്ക് വേറെ മെത്തേഡ് 2 എന്താ പറയുന്നത്? മെത്തേഡ് 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? മെത്തേഡ് 2 ആയിട്ട് 300ഉം 60ഉം 3 ഒക്കെ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാം?
ഓക്കെ, 363 നമ്മൾ എന്ത് എഴുതി? 300 പ്ലസ് 60 പ്ലസ് 3 എഴുതി. 300 പ്ലസ് 60 പ്ലസ് 3. 470 നമുക്ക് എന്ത് എഴുതാം? 400 പ്ലസ് 70 പ്ലസ് 5. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക, ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക, ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടും 1400 പ്ലസ് 180 പ്ലസ് 8. ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സെയിം ഈ ഡിജിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്തിട്ട് അതുപോലെ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ പറയുന്നത്? ഹൂ ഗോട്ട് ദ മോസ്റ്റ് പോയിന്റ്സ്. അപ്പോൾ ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത്? ആർക്കാണ്? 1588ഉം 1089 ആണല്ലേ. അപ്പൊ ഇത് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? 1588 കിട്ടിയിട്ടുള്ളത് ലിനിക്കാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഹിറ്റ് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരാണ്? ലിനിയാണ്. അപ്പൊ നമ്മൾ എഴുതി ലിനി. നെയിം ദ വിന്നർ. അപ്പൊ വിന്നറിന്റെ പേരെന്താണ്? എന്താണ് വിന്നറിന്റെ പേര്? ലിനി. Write the names of the player in the order from one with least points to one with the most point. അപ്പോൾ ഏറ്റവും കുറവ് പോയിന്റ്സ് കിട്ടിയ ആളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയ ആളിലേക്ക് എഴുതുക. അപ്പോൾ ഏറ്റവും കുറവ് ധനുവിനാണ് കിട്ടിയിട്ടുള്ളത്. ധനു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? ധ്വനിക്കാണ്. ദെൻ ധ്വനി കഴിഞ്ഞാൽ പിന്നെ മിനിക്കാണ്. മിനി കഴിഞ്ഞാൽ സുഹേൽ കഴിഞ്ഞാൽ ലിനിക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത്. വാട്ട് ഈസ് ദ മാക്സിമം പോയിന്റ്സ് വൺ ക്യാൻ ഗെറ്റ് ഇൻ 3 ഷോട്ട്സ്. അപ്പോൾ 3 ഷോട്ട്സിലൂടെയും കൂടിയിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോയിന്റ്സ് എത്രയാണ്? അപ്പോൾ എത്രയായിരിക്കാം? 900 പ്ലസ് 90 പ്ലസ് 9 ആണ്. അതായത് എത്രയാ? 3 ഷോട്ട്സിലൂടെ മാക്സിമം നമുക്ക് മേടിക്കാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാ പറഞ്ഞത്? മാക്സിമം പോയിന്റ്സ് ആണ്. മാക്സിമം പോയിന്റ്സ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നമുക്ക് മേടിക്കാൻ പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ അത് എത്രയായിരിക്കും? എല്ലാ ഷോട്ട്സിലും നമുക്ക് 900 തന്നെ മേടിച്ചൂടെ? അപ്പം 900 പ്ലസ് 900 പ്ലസ് 900 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്ര? 9 9 18 18 9 27. അപ്പോൾ 2700 പോയിന്റ്സ് ആണ് മേടിക്കാൻ പറ്റിയിട്ടുള്ള മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. എന്താണ്? ക്യൂരിയസ് 1089. റൈറ്റ് 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്. അപ്പോൾ എന്താണ്? 3 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫോർ എക്സാമ്പിൾ നമുക്ക് 3 4 5 കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകളാണ്. അപ്പോൾ നമ്മൾ 3 4 5 എഴുതി. ഇനി അടുത്തത് റൈറ്റ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ യൂസിങ് ഓൾ ദീസ്. അപ്പം ഇത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. അപ്പം നമുക്ക് എഴുതാം 543 എന്ന് എഴുതാം. സ്മോളസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 345 എഴുതാൻ പറ്റും. ഇനി അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെയും മൈനസ് ചെയ്തിട്ടുള്ള എഴുതുക. അതായത് 543 മൈനസ് 345 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 198 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താ? റിവേഴ്സ് ദ ഡിജിറ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പോൾ റിവേഴ്സ് ചെയ്ത് നമ്മൾ ഇത് റിവേഴ്സ് ചെയ്ത് ആദ്യം 8 വരും, ദെൻ പിന്നെ 9 വരും, പിന്നെ 1 വരും അല്ലേ? അപ്പോൾ ഇനി എന്താ? ഡു യു ഗെറ്റ് ദ സെയിം നമ്പർ ആസ് ദ സം ഓഫ് 3 ഡിജിറ്റ്സ്. അപ്പോൾ എന്താണ്? ഈ 3 ഡിജിറ്റ്സിൻ്റെ സമ്മിൻ്റെ സെയിം നമ്പർ നമുക്ക് കിട്ടിയോ? 3 ഡിജിറ്റിൻ്റെ സമ്മിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ കിട്ടിയോ? ഡു യു ഗെറ്റ് ദ സെയിം നമ്പർ ആസ് ദ സം ഫോർ എനി 3 ഡിജിറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം.
അപ്പോൾ എന്താണ്, നമുക്ക് ഏത് 3 ഡിജിറ്റ്സ് എടുത്താലും നമുക്ക് എത്രയാണെന്ന് കിട്ടാന്നാ പറയുന്നത്? ഓക്കെ, ഇവിടെ നോക്കൂ, റിവേഴ്സ് ദ ഡിജിറ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ഇതാ, ഓക്കെ, ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത് 891. ഇനി വേറെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, എന്താണ്? ആഡ് ദീസ് 2 നമ്പേഴ്സ്. ഈ 2 നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുക. അതായത് എന്താണ്, 1198 പ്ലസ് 891 ചെയ്യുക. അപ്പോൾ 9 9 9 18, 8 കഴിഞ്ഞാൽ 9 10, 1089 കിട്ടി. ഡു യു ഗെറ്റ് ദ സെയിം നമ്പർ ആസ് ദ സം ഓഫ് എനി 3 ഡിജിറ്റ്സ് നമ്പേഴ്സ്? അപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മൾ റാൻഡം ആയിട്ട് ഈ നമ്പേഴ്സ് ആണ് എടുത്തത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഏത് നമ്പേഴ്സ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്താലും നമുക്ക് എന്ത് കിട്ടും? 1089 കിട്ടും. അപ്പോൾ കൂട്ടുകാർ വേറെ നമ്പേഴ്സ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഡൈസ് കോർണർ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സീ ദിസ് ഡൈസ്. അപ്പോൾ ഒരു ഡൈസ് തന്നിട്ടുണ്ട്. ഷാൽ വി ഓൾസോ പ്ലേ ഡൈസ് ഗെയിം? അപ്പോൾ നമുക്കും ഒരു ഡൈസ് ഗെയിം കളിച്ചാലോ എന്നൊരു കുട്ടി ചോദിക്കുന്നുണ്ട്. വി ഹാവ് ടു റോൾ ദ 4 ഡിജിറ്റ് ഡൈസ് ആൻഡ് 3 ഡിജിറ്റ് ഡൈസ് once and add the numbers. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഡൈസ് എന്ത് ചെയ്യാം? 3 ഡിജിറ്റ് ഡൈസ് 3 ഡിജിറ്റ് ഡൈസും വരുന്നുണ്ട്, അതുപോലെ 4 ഡിജിറ്റ് ഡൈസും വരുന്നുണ്ട്. അപ്പോൾ ഇത് റോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ദ നമ്പേഴ്സ് ധനു ഗോട്ട് ഓൺ റോളിങ് ദ ഡൈസ്. അപ്പോൾ ഡൈസ് റോൾ ചെയ്തപ്പോൾ ധനുവിന് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് ആണ് എന്താണ് കിട്ടിയിട്ടുള്ളത്? 2349 259. Dhanu gets the sum of 2349 and 251 as points. അപ്പോൾ ഇതിൻ്റെ സമ്മാണ് എത്ര? ധനുവിന് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ധനുവിൻ്റെ പോയിന്റ് അച്ഛനും അമ്മയും ധനും ധ്വനിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫാദർ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? 2349 പ്ലസ് 250. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് എന്ത്? സ്പോർട്സ് കോർണർ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കുറേ ബാറ്റും ബോളും ബൈസൈക്കിളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ദേ ബോട്ട് എ ബാറ്റ് ആൻഡ് ബോൾ ഫോർ ധനു. ധനുവിന് വേണ്ടിയിട്ട് ബാറ്റും ബോളും മേടിച്ചു, ധ്വനിക്ക് വേണ്ടി ബൈസൈക്കിളും മേടിച്ചു. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ബൈസൈക്കിളിൻ്റെയും ബാറ്റിൻ്റെയും ബോളിൻ്റെയും ഒക്കെ പ്രൈസ് എഴുതണം. അപ്പോൾ അതിന് മുന്നേ എന്താ? ഫാദർ ഹാസ് 4000 rupees with him. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ എത്ര രൂപയാണുള്ളത്? 4000 രൂപ, 4000 rupees ആണുള്ളത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ വേണം മേടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മേലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഏത് ബൈസൈക്കിളും ഏത് ബാറ്റും ഒക്കെ മേടിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ആകെ 4000 ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ ഈ സൈക്കിൾ ഒന്ന് എടുത്ത് നോക്കാം. 2990 പ്ലസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്തു, നമുക്ക് ഈ ബാറ്റും ബോളും ഒന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് 4000 ആവുമെന്ന് നോക്കി നോക്കാം. 980. 9 പ്ലസ് 8 എത്ര? 17, ബാക്കി 1. 9 9 18, 19, ബാക്കി 1. 3970 വരുള്ളൂ. ഓക്കെ, അപ്പം എന്താണ്? അച്ഛൻ്റെ കയ്യിൽ 4000 രൂപയുണ്ട്. അപ്പോൾ നമുക്കിത് മേടിക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ പ്രൈസ് ഓഫ് ദ ബൈസൈക്കിൾ. ഇപ്പം നമുക്ക് എഴുതാൻ പറ്റും. എത്ര എഴുതാം? ദ പ്രൈസ് ഓഫ് ദ ബൈസൈക്കിൾ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 2990. ഇനി നെക്സ്റ്റ് ദ പ്രൈസ് ഓഫ് ബാറ്റ് ആൻഡ് ബോൾ എന്താ? 980 കൊടുക്കാം. അപ്പോൾ ടോട്ടൽ റുപ്പീസ് അവരടച്ചിട്ടുള്ള ടോട്ടൽ റുപ്പീസ് എത്രയായിരിക്കും? ടോട്ടൽ റുപ്പീസ് നമുക്ക് 3970. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡ്. ഇതിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എഴുതാം. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്? വെയിറ്റ് ചെയ്യേ. ഓക്കെ, 2990 പ്ലസ്
3980. അപ്പോൾ നമുക്കിത് കൂട്ടിയപ്പോൾ നമുക്ക് 3970 എന്ന് കിട്ടി. ഇനി ഇത് വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് വേറെ രീതിയിലും ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞേ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം 2000 കാൽക്കുലേറ്റ് ചെയ്യുക, പ്ലസ് 900 പ്ലസ് 90 പ്ലസ് 0. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താം? 900 പ്ലസ് 80 പ്ലസ് 0. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ 2000 ആദ്യം എഴുതി, പിന്നെ ഇതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ എഴുതി അപ്പോഴും നമുക്ക് 3970 ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എന്താ? ഒരു മാജിക് കോർണർ ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫാമിലി പറയുന്നുണ്ട് ഹേയ് മാജിക് എന്ന് പറയുന്നുണ്ട്. കം യു ക്യാൻ ഓൾസോ ഡു മാജിക്, ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു. അപ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്കും എന്താ മാജിക് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം. ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. യു റൈറ്റ് എ 4-digit നമ്പർ. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു 4-digit നമ്പർ എഴുതി നോക്കുക. അപ്പോൾ നമ്പർ ധനു റോട്ട്, ധനു എഴുതിയിട്ടുള്ള നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് 4325. ഐ വിൽ റൈറ്റ് എ നമ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ബോക്സ്. അപ്പോൾ മെജീഷ്യൻ എന്ത് ചെയ്തു? മെജീഷ്യന് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ്, ഈ ധനു എടുത്ത നമ്പർ മെജീഷ്യന് അറിയില്ലല്ലോ. അപ്പോൾ മെജീഷ്യന് റാൻഡം ആയിട്ട് ഒരു നമ്പർ എടുത്ത് അതൊരു ബോക്സിലിട്ടു. ദെൻ ഐ വിൽ റൈറ്റ് എ നമ്പർ below yours. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ അടിയിൽ ഒരു നമ്പർ എഴുതും. ദെൻ യു ക്യാൻ റൈറ്റ് അനദർ 4-digit നമ്പർ. എന്നിട്ട് എന്താ? നിങ്ങൾ വേറെ ഒരു 4-digit നമ്പർ എഴുതുക. ഐ വിൽ അഗെയിൻ റൈറ്റ് ആ 4-digit നമ്പർ. ഞാൻ എന്ത് ചെയ്യും? പിന്നെയും ഒരു 4-digit നമ്പർ എഴുതും. ദെൻ യു ആഡ് അപ്പ് ഓൾ ദ 4 നമ്പേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ 4 നമ്പേഴ്സും കൂടിയിട്ട് ആഡ് ചെയ്യുക. ദെൻ ഐ വിൽ ഷോ യു ദ നമ്പർ ഐ പുട്ട് ഇൻ ദ ബോക്സ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ബോക്സിൽ പുട്ട് ചെയ്തിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. Okay. See the sum and the number written and put in the box by the magician. What did you understand? അപ്പോൾ എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്പർ ധനു റോട്ട്, നമ്പർ മജീഷ്യൻ റോട്ട്, നമ്പർ ധനു റോട്ട്, നമ്പർ മജീഷ്യൻ റോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്ത് നോക്കാം? അതിൻ്റെ സം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുന്നത് നോക്കി നോക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4325 പ്ലസ് 5674 പ്ലസ് 1408 പ്ലസ് 8591. ഓക്കെ, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി നമുക്ക് എന്ത് കിട്ടും? 8 1 9, 9 5 14, 14 4 8, ബാക്കി 1. 9 10 17 17 18 19, ബാക്കി 1. 6 4 10, 10 5 15, 15 3 18, 19, ബാക്കി 1. 4 5 10 18 19. അപ്പോൾ സം എത്രയാണ്? 1s 10s 100,000 10,000. അപ്പോൾ 90,998 ആണ് വരിക. അപ്പോൾ നമ്മൾ ഏത് ഡിജിറ്റ് എടുത്ത് ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക? 90,998 ആണ് ചെയ്യുക. ഇപ്പോൾ ഈ ധനുവിൻ്റെ നമ്പറിന് പകരം വേറെ ഒരു നമ്പർ വെച്ചിട്ട് കൂട്ടുകാർ ചെയ്ത് നോക്കൂ, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. ഈസ് ഇറ്റ് ദ നമ്പർ 2 less than 20,000? അപ്പോൾ എന്താണ്? 20,000ൽ നിന്നും 2 കുറച്ചിട്ടുള്ള നമ്പറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താണ്? ഫോട്ടോ കോർണർ ആണ്. ധ്വനി ആൻഡ് ധനു took their photos at the photo corner. Take a number on the butterfly, reverse its digit, add the 2 numbers. അപ്പോൾ എന്താണ് പറയേണ്ടത്? എന്താണ് പറയുന്നത്? ടേക്ക് ആ നമ്പർ, ഒരു നമ്പർ നമ്മൾ എടുക്കുക. അപ്പോൾ ധനു എടുത്തിട്ടുള്ള നമ്പറാണ്
ഏത് 4 1 2 3 4123 4123 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് ധനു എടുത്തത്. എന്നിട്ട് അത് എന്ത് ചെയ്യുക, അത് റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം 3 എഴുതുക, പിന്നെ 2 എഴുതുക, 1 എഴുതുക, 4 എഴുതുക. അപ്പോൾ നമ്മൾ നമ്പർ എടുത്തു, റിവേഴ്സ് ഇറ്റ് ആൻഡ് ആഡ് ദ 2 numbers. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 നമ്പേഴ്സ് കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 4ൻ്റെ കൂടെ 3 കൂട്ടിയാൽ എത്രയാണ്? 7 കിട്ടും. 3 3 4 3 എത്ര കിട്ടുക? 4 + 3 എന്ന് പറയുന്നത് 7 അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 7333 എന്ന് കിട്ടി. ഹൗ ധനു കാൽക്കുലേറ്റഡ്. അപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ആ 2 ഡിജിറ്റ് ഇങ്ങനെ ആഡ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ ധനു എന്താ ചെയ്തത്? ധനു വേറൊരു മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ധനു എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാട്ടോ. എങ്ങാനും ഇങ്ങനെ ചോദിച്ച് നമുക്ക് ചെയ്യാൻ കിട്ടണമല്ലോ. അപ്പം 4123 ധനു എന്ത് ചെയ്ത് 4000, പിന്നെ എന്താണ് 123 എന്ന് എഴുതി. ഇനി 3214 എന്ത് എഴുതി? 3210 എന്ന് എഴുതി. എന്നിട്ട് ധനു എന്ത് ചെയ്തു? ഇത് ഫസ്റ്റ് ആഡ് ചെയ്തു. അപ്പം നമുക്ക് 7000 കിട്ടി, 300 കിട്ടി, ഇവിടെ എത്ര കിട്ടി? 30 കിട്ടി, ഇവിടെ 7 കിട്ടി. ഓക്കെ അല്ലേ? എന്നിട്ട് ധനു എന്താ ചെയ്തത്? എന്നിട്ട് ധനു ഇതങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്തു. അതായത് ഇങ്ങനെ 7000 300 30 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 3 3 7. അപ്പോൾ നമുക്ക് ഈ സെയിം ആൻസർ തന്നെ കിട്ടി. ഓക്കെ. ഇനി നമ്പർ ധ്വനി ചൂസ് ചെയ്ത നമ്പറാണ് 4002 അഥവാ 4002 ആണ്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2004 എന്ന് എഴുതാം. ദെൻ സം ആണ്. സം എങ്ങനെ എഴുതാം? നമുക്ക് 2 മെത്തേഡിലും ചെയ്ത് നോക്കാം. 6006 6006 ആണ്. ഇത് നമുക്ക് ധനു കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡിലൊന്ന് നമുക്ക് ഇവിടെ സൈഡിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്ക്രീൻ ഒന്ന് ചെറുതാക്കട്ടെ. ഓക്കെ. ഇവിടെ നമുക്ക് എഴുതാൻ സ്പേസ് ഇല്ലാത്ത കാരണമാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ധനു കാൽക്കുലേറ്റ് ചെയ്ത പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ധനു കാൽക്കുലേറ്റ് ചെയ്ത പോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 4002 അതായത് 4002 നമ്മൾ എന്ത് എഴുതി? 4000 പ്ലസ് പിന്നെ 0 ആണ് 2 എന്ന് എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് 2002 നമ്മൾ എങ്ങനെ എഴുതി? 2000 2 എന്ന് എഴുതി. ആണല്ലേ? അപ്പോൾ ഇവിടെ 2 അല്ല 4. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 6000 കിട്ടി, ഇവിടെ 0 പ്ലസ് ഇവിടെ എന്ത് വരും? പ്ലസ് ഒരു 0 കൂടി ഉണ്ട്, പ്ലസ് ഇവിടെ എന്ത് വരും? 6 വരും. ഇപ്പം എന്തൊക്കെയുണ്ട്? 6000 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 6 ആണ്. അതായത് 60006. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ഈ സെയിം ആൻസർ കിട്ടി. ഓക്കെ. അപ്പോൾ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക? ഈ ബോക്സിൽ എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. ആൻസർ ബ്ലൂംസ്. അപ്പോൾ ഈ ലെസൺ കുറച്ച് വൈഡ് ആയിട്ടുള്ള കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ലെങ്തി ആവുന്നത്. അപ്പോൾ കൂട്ടുകാരെ മെല്ലെ ദിവസങ്ങൾ എടുത്തിട്ട് കണ്ടാൽ മതി. കൂട്ടുകാർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാതും കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ. ആൻസർ ബ്ലൂംസ്. ദ സം ഗോട്ട് ബൈ റിവേഴ്സിംഗ് കാണുന്നില്ലല്ലേ? റിവേഴ്സിംഗ് ആൻഡ് ആഡിങ് ദ നമ്പേഴ്സ് ഓൺ ദ ബട്ടർഫ്ലൈ ആർ ഓൺ ദ ഫ്ലവേഴ്സ് കളർ ദം. എന്താണ്? അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കിട്ടിയ നമ്പേഴ്സ് ആണ് എന്ത്? ബട്ടർഫ്ലൈമ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് മാത്രം കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കളർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവണം? നമുക്ക് ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്ന് മനസ്സിലാവണം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലത്തെ എല്ലാ നമ്പേഴ്സും എടുത്ത് നോക്കുക. എന്നിട്ട് എല്ലാ നമ്പേഴ്സും റിവേഴ്സ് ചെയ്തിട്ട്
കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 6 നമ്പേഴ്സ് നമുക്ക് ഇവിടേക്ക് ഒന്ന് എടുത്തെഴുതാം. എന്നിട്ട് നമുക്കത് റിവേഴ്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി നോക്കാം ഓരോന്നും വരുന്നുണ്ടോ എന്നല്ലേ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? 4123 ഒരു നമ്പറാണ്, 4002 ഒരു നമ്പറാണ്, ദെൻ 2321 ഒരു നമ്പറാണ്, 3231 ഒരു നമ്പറാണ്, 4121 ഒരു നമ്പറാണ്. സെയിം അല്ലേ? നോക്കി നോക്കൂ, ഡബിൾ ചെക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ രണ്ട് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്, 7337 6006. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 7033 ഇതാ. അപ്പോൾ ഈ ഫ്ലവറിന് നമ്മൾ എന്ത് ചെയ്യുക, കളർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് 6006 നമുക്ക് വേറെ കളറിൽ ചെയ്ത് നോക്കാം, കളർഫുൾ ആവട്ടെ അല്ലേ. ഓക്കെ, ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് ഏതായിരുന്നു? 4123 4002. അപ്പോൾ ഇനി നമ്മൾ അത് നോക്കണ്ട, 4123 നോക്കണ്ട, 4002 നോക്കണ്ട. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നമ്പേഴ്സ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഇത് ചെയ്യാം, 2321 പ്ലസ് റിവേഴ്സ് ചെയ്യുക 1232. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ ഇത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3. ഇത് നമുക്ക് ചെയ്താൽ 3 + 2 3 കഴിഞ്ഞാൽ 4 5 5 3 3553 പറഞ്ഞ നമ്പർ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അതിന് ഏത് കൊടുക്കാം? സ്കൈ ബ്ലൂ കൊടുക്കാം, 3553. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞല്ലേ. ഇനി അടുത്തത് നമുക്ക് 3231 റിവേഴ്സ് ചെയ്യാം, 1323 ചെയ്യാം. ഓക്കെ, 4 കിട്ടും, 5 5 4 4554. തന്നിരിക്കുന്നതിൽ 4554 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യുക, ഇതിന് ഇതുപോലെ കളർ ചെയ്യല്ലേ, നന്നായിട്ട് ആ പെറ്റൽസിലൊക്കെ കളർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതും കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, 4121 പ്ലസ് 1000. ഇത് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാദ്യം എഴുതുക, പിന്നെ നമ്മൾ 2 എഴുതുക, പിന്നെ 1 എഴുതുക, പിന്നെ 4 എഴുതുക. അത് കൂട്ടുകാർക്ക് അറിയില്ലേ, 1 2 ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ 2 1 വരും, 1 2 3 ആകുമ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ 3 2 1 വരും. സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ചെയ്താൽ 5 കിട്ടും, 3 കിട്ടും, 3 കിട്ടും, 5 കിട്ടും. 5335. നമുക്ക് വേറെ കളർ വെച്ചിട്ട് കളർ ചെയ്യാം. അത് കിട്ടണില്ലല്ലോ. ഓക്കെ, 5335. ഇപ്പോൾ നമ്മൾ എന്തായി, പെറ്റൽസ് ഒക്കെ നമ്മൾ ഉള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, കളർ ചെയ്തു. ലെറ്റ്സ് ഫൈൻഡ് ദ സം. ഇനി അടുത്തത് എന്താ, സം കണ്ടുപിടിക്കാനുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അപ്പോൾ സിമ്പിൾ ആക്ടിവിറ്റി ആണ്. എന്താണ്, സം കണ്ടുപിടിക്കാനൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്. പല പല മെത്തേഡ് ഉണ്ട്. മറ്റേ ഒന്നും കൂടി ഇപ്പോൾ നമ്മൾ 2357 ആണെങ്കിൽ 2000 ആദ്യം എഴുതുക, 300 എഴുതുക. അത് കുറച്ചും കൂടി സ്റ്റെപ്സ് കൂടുതലാണ്. ഞാൻ രണ്ടും ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, 2357 പ്ലസ് 7532. ഓക്കെ, ഇസ് ഇറ്റ് കറക്റ്റ്? ഓക്കെ, 7 കഴിഞ്ഞാൽ 8 9, 5 കഴിഞ്ഞാൽ 6 7 8, 5 കഴിഞ്ഞാൽ 6 7 8, 7 കഴിഞ്ഞാൽ 8 9. ഓക്കെ, അപ്പം നമുക്ക് ഇത് എത്ര കിട്ടി? 9889 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ ഈ മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലും കൂടി ചെയ്യാം. അപ്പോൾ അത് ഒരെണ്ണത്തിൻ്റെ ഞാൻ പറഞ്ഞു തരാം, ബാക്കി കൂട്ടുകാർ ചെയ്ത് നോക്കാം. നമ്മൾ മേലെ ഒരുപാട് വട്ടം അത് ഡിസ്കസ് ചെയ്തതാണ്, ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ 2357 നമുക്ക് ആദ്യം 2000 എന്ന് എഴുതാം, പ്ലസ് പിന്നെന്ത് എഴുതാം, 300 എന്ന് എഴുതാം, 50 പ്ലസ്
7 എന്ന് എഴുതി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7000 പ്ലസ് 500 പ്ലസ് 30 പ്ലസ് 2 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ 7 8 9 9000 കിട്ടും. 5 6 7 8 800 കിട്ടും. 80 കിട്ടും. 9 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ആഡ് ചെയ്താൽ മതി. 9 8 8 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെയിം ആൻസർ കിട്ടി. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പം ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താ? 5104 പ്ലസ് 4015 ആണ്. 5 കഴിഞ്ഞാൽ 6 7 8 9 1 1 5 4 9 9109. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് കിട്ടി? നെക്സ്റ്റ് 8432 പ്ലസ് 1569. 9 കഴിഞ്ഞാൽ 10 11. സോ 1 മേലെ ഇട്ടു. 6 7 10. ബാക്കി 1 5 10. ബാക്കി 1 8 9 10. എത്രയാണ്? 1s 10s 100 1000 10,000 10,001. ഓക്കെ, ഇനി അടുത്തത് ഇത് ചെയ്ത് നോക്കാം. 6018 പ്ലസ് 3294. 8 കഴിഞ്ഞാൽ 9 10 11 12 12. ബാക്കി 1 9 10 11. ബാക്കി 1 2 3 9 9312. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? 3519 പ്ലസ് 8482. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കഴിഞ്ഞാൽ 10 11. ബാക്കി 1 8 9 10. ബാക്കി 1 5 6 10. ബാക്കി 1 8 9 10 11 12. 12001. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കൂട്ടുകാരെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, മറ്റേ 2 മെത്തേഡിലും കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? ഗെയിം കോർണർ. ധനു ആൻഡ് ധ്വനി ആർ പ്ലേയിങ്. മനസ്സിലാവണില്ല അല്ലേ? മായ്ക്കാം. Playing a car racing game in a computer. അപ്പോൾ ധനു ധ്വനി എന്ത് ചെയ്യാണ്? കാർ റേസിംഗ് ഗെയിം കമ്പ്യൂട്ടറിൽ കളിക്കുകയാണ്. അപ്പോൾ പോയിന്റ്സ് ഓരോ പ്ലെയേഴ്സിന് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൗണ്ട് 1 ഉണ്ട്, റൗണ്ട് 2 ഉണ്ട്, നെയിം ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ധനു സ്കോർഡ്? അപ്പോൾ ധനുക്കിന് കിട്ടിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്കോർ എത്രയാണ്? അപ്പോൾ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൗണ്ട് 1 പ്ലസ് റൗണ്ട് 2 ചെയ്യുക. അതായത് 2143 പ്ലസ് 1457 ചെയ്യുക. ബാക്കി 1 4 5 10. ബാക്കി 1 4 5 6 3 3600 കിട്ടി. അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് ധനു സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3600 കിട്ടി. ഇനി അടിയിൽ എന്താ കൊടുത്തിട്ടുള്ളത്? 3600 കിട്ടിയിട്ടുള്ള പല പല മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡൊക്കെ നമുക്ക് സിമിലർ ആണല്ലേ, നമ്മൾ ചെയ്യാറുള്ള മെത്തേഡാണ്. അപ്പോൾ അത് ഇനി വിശദീകരിക്കണില്ല, നമ്മൾ മേലെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Can you guess who all got more than 3000 points? Sorry, പേജ് എടുക്കട്ടെ. In the car racing game, guess and write them down. അപ്പോൾ ആർക്കൊക്കെ ആയിരിക്കാം 3000 പോയിന്റ്സിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത്? അപ്പോൾ ചെയ്ത് നോക്കിയിട്ടല്ല, കൂട്ടുകാരൊരു ഗസ് ഇതിൽ നോക്കിയിട്ട് ഒരു ഗസ് എഴുതാനാണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് നോക്കുക. എൻ്റെ കൂട്ടുകാർക്ക് വല്ല ഗസ്സും ഉണ്ടോ? ഇത് നോക്കി നോക്കാം. 1800 1100 1600 ഒക്കെയാണ്. അപ്പോൾ ധനുവിന്
ഉണ്ടാവും അല്ലേ, 2 3 വരിക. അപ്പോൾ ദെൻ അതുപോലെ ധ്വനിക്കും ഉണ്ടാവും അല്ലേ, കാരണം 2 ഇവിടെ 1, അപ്പോൾ 3000-നേക്കാൾ വരും. ഓക്കെ, അപ്പോൾ ധനുവിനും ധ്വനിക്കും ഉണ്ടാവാം. നമ്മൾ കറക്റ്റ് നോക്കിയിട്ടില്ല, നമ്മളെ ഗസ് നമ്മളിവിടെ എഴുതി നോക്കുക. ധനു, ധ്വനി. ഓക്കെ, ഇനി ഡിഡ് യു ഗസ് റൈറ്റ്? അപ്പോൾ എന്താണ്, നിങ്ങൾ ഗസ് ചെയ്തത് ശരിയാണോ എന്ന് നോക്കാനാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ ധനുവിൻ്റെ ചെയ്ത് തന്നിട്ടുണ്ട് 3600 ആണ്, 3000-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ധനുവിൻ്റെ നമ്മൾ ഗസ് ചെയ്തത് കറക്റ്റ് ആണ്. ദെൻ ധ്വനിയുടെ എത്രയാണ് നമുക്ക് നോക്കാം. 1148 പ്ലസ് 2067 ആണ്. 8 പ്ലസ് 7 എത്ര വരും? 8 പ്ലസ് 7 എത്ര വരും? 15, ബാക്കി 1, 10, 11, ബാക്കി 1, 2, 3, 3215 വരും. അപ്പോൾ ധ്വനിക്കും എന്താണ് 3000 മേലെ ഉണ്ട്. ഇനി നന്മ നോക്കാം. 1654 പ്ലസ് 1188. അപ്പോൾ 8 പ്ലസ് 4 എത്ര? 12, ബാക്കി 1, 8, 9, 14, ബാക്കി 1, 6, 7, 8, 2, 2842 ആണ്. അപ്പോൾ എന്താണ്, 3000-നേക്കാൾ കൂടുതൽ ഇല്ല. ഇനി നെക്സ്റ്റ് 1876 പ്ലസ് 1124 ആണ്. അപ്പോൾ എത്ര കിട്ടും? 10, ബാക്കി 1, 7, 8, 9, 10, ബാക്കി 1, 8, 9, 10, ബാക്കി 1, 3. ഇത് എത്രയാണ്? കറക്റ്റ് 3000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇത് നമ്മൾ എഴുതണമെന്ന് ഇല്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. നെക്സ്റ്റ് എന്താ? ബാർഗെയിൻ സെയിലാണ്. ബാർഗെയിൻ സെയിൽ. See the notice. How much money is needed to buy a cot and a TV for Dhwani's house? അപ്പോൾ ധ്വനിയുടെ വീട്ടിലേക്ക് എന്താണ്, ഒരു ടിവിയും അതുപോലെ ടിവിയും ഒരു കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കട്ടലും കൂടി മേടിക്കുകയാണെങ്കിൽ എത്ര രൂപ വേണം? ഹൗ മച്ച് മണി ഈസ് നീഡഡ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി. 9999 പ്ലസ് 4999 ചെയ്ത് നോക്കിയാൽ മതി. 9 9 കൂട്ടിയ 18, ബാക്കി 1, 9 9 18 പ്ലസ് 1 19, ബാക്കി 1, 18 പ്ലസ് 1 19, ബാക്കി 1, 9 10 15. എത്രയാണ്? 15998. ഇതെങ്ങനെ വായിക്കുക? 1s 10s 100 1000 10,000 50,998 rupees ആണ് എന്തിന് വരിക? ടിവിക്കും അതുപോലെ തന്നെ അൽമാറക്കും കൂടിയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഹൗ മച്ച് മണി ഫോർ എ വാഷിംഗ് മെഷീൻ ആൻഡ് എ കോട്ട്. വാഷിംഗ് മെഷീനും കോട്ടിനും കൂടെ എത്ര രൂപയാവും? വാഷിംഗ് മെഷീനും എന്താണ്? ഓക്കെ, ടിവിക്കും കോട്ടിനും അല്ലേ? ഇത് ഇവിടെ അല്ലല്ലോ എഴുതണ്ടേ, വായിച്ചേ. ടിവിക്കും കോട്ടിനും കൂടിയുള്ളത് ഇവിടെയാണ് എഴുതേണ്ടത്. ഇനി ഹൗ മച്ച് മണി ഫോർ എ ടി വി ആൻഡ് അൽമിറ. ഇനി ടിവിക്കും അൽമിറക്കും കൂടി എത്രയാവും? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഈ സ്ക്രീൻ ഒന്ന് ചെറുതാക്കാം. ടിവിക്കും ടിവിക്ക് 9999 പ്ലസ് 6500 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 4, ബാക്കി 1, 9 10 16, 60,499. ഓക്കെ, ഹൗ മച്ച് മണി ഫോർ എ വാഷിംഗ് മെഷീൻ ആൻഡ് എ കോട്ട്. അങ്ങനെയാണെങ്കിൽ വാഷിംഗ് മെഷീന് 7200 രൂപ പ്ലസ് കട്ടലിന് 5999. 7 8 9 10 11 12 13. എത്രയാണ്? 30,199. ഓക്കെ അല്ലേ? അപ്പൊ ഏതിന്റെ പൈസയാണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി.
ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതെന്താ? A person bought something from the shop and gave a sheaf of 100 rupee notes and he got 1 rupee back. What did he buy? അപ്പോൾ ഒരു പേഴ്സൺ എന്തോട്ടം മേടിച്ചിട്ട് ഒരു 100 റുപ്പീസ് നോട്ടിൻ്റെ ഒരു സെറ്റ് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അതിന് ബാക്കി കിട്ടിയിട്ടുള്ളത് എന്താണ്? 1 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക? 1 രൂപ ബാക്കി കിട്ടണമെങ്കിൽ TV ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, if you have 12,000 rupees with you, what all things would you buy? Write the reason also. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 12,000 രൂപ ഉണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ, നമുക്ക് 12,000ന്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ മേടിക്കാം? ഒരു ടിവിയും ഒരു ഇതും മേടിക്കാൻ പറ്റുമോ? നോക്കി നോക്കാം. ഒരു ടിവിയും ഒരു എയർ കണ്ടീഷണറും മേടിക്കാൻ പറ്റുമോ? 550099411015 ഇല്ല. അപ്പൊ നമുക്ക് ഇതും മേടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു അൽമിറ എടുക്കാം. കുറച്ച് റേറ്റ് കുറവല്ലേ? 6500 ആണ്. 6500. നമ്മളൊരു കൂളർ എടുത്ത് നോക്കൂ. എത്രയാണ്? 5500. എന്നിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 0 0 0, ബാക്കി 1 6 7 8 9 10 11 12. അപ്പൊ കറക്റ്റ് 12,000 കിട്ടി. അപ്പൊ 12,000 റുപ്പീസിന് നമുക്ക് ഒരു അൽമിറയും അതുപോലെ ഒരു കൂളറും നമുക്ക് മേടിക്കാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ബാറ്റിംഗ് കോർണർ. ധനു ആൻഡ് ധ്വനി came to the batting corner. അപ്പോൾ ധനു ധ്വനി എങ്ങോട്ടെത്തി? ബാറ്റിംഗ് കോർണറിലെത്തി. Each player can bat for 3 overs. അപ്പോൾ ഓരോ പ്ലെയേഴ്സിനും 3 ഓവേഴ്സ് ബാറ്റ് ചെയ്യാൻ പറ്റും. പോയിന്റ്സ് ആർ ഗിവൺ ആഫ്റ്റർ ഈച്ച് ഓവർ. അപ്പോൾ ഓരോ ഓവർ കഴിഞ്ഞാലും പോയിന്റ്സ് തരും. See the points the 3 children got. അപ്പോൾ 3 വ്യത്യസ്ത കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് ഫോർ ടോട്ടൽ പോയിന്റ്സ് മോർ ദാൻ 7,000. അപ്പോൾ 7,000ന്റെ കൂടുതൽ പോയിന്റ്സ് കിട്ടിയവർക്ക് എന്താണ്? ഡ്രാഗൺ ടിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സ്കോർ കാർഡ് തന്നിട്ടുണ്ട്. ആദ്യം ധനുവിൻ്റെയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് എഴുതാം. 2343. പിന്നെ നമുക്ക് എന്ത് ചെയ്താം? 1465. then 3657. ഓക്കെ, ഇനി നമുക്ക് ജിൻസിയുടെ എഴുതാം. ജിൻസിയുടെ എത്രയാ? 2344 plus 3555 plus 2600. ഓക്കെ, ഇനി നമുക്ക് ധ്വനിയുടെ എഴുതാം. 2279, 3346, 1592. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ടോട്ടൽ പോയിന്റ്സ് എഴുതാം. ആദ്യം ധനുവിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. 2343 plus 1465 plus 3657. ഓക്കെ, ഇനി നമുക്കിത് ആഡ് ചെയ്ത് നോക്കൂ കൂട്ടുകാർ. ഒപ്പം ചെയ്ത് നോക്കാം. ഒക്കെ മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. ചെയ്തിട്ട് ആൻസർ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ചിലപ്പോൾ എനിക്കും തെറ്റ് പറ്റാം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇത് അതേപോലെ എഴുതി വെക്കരുത്. ആൻസർ കിട്ടിയിട്ട് മാത്രം എഴുതുക. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് നോക്കാം. 7ഉം 3ഉം 10, 10ഉം 5ഉം 15, ബാക്കി 1, 6ഉം 4ഉം 10, 10ഉം 5ഉം 15, 15ഉം 1ഉം 16, ബാക്കി 1, 4ഉം 1ഉം 5, 5ഉം 4ഉം അങ്ങനെ വേണ്ട, 4ഉം 6ഉം 10, 13, 14, ബാക്കി 1, 3, 4, 5, 6, 7. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7400
7,464. എത്രയാണ്? 7,465 എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ജിൻസിയുടെ നോക്കാം. ജിൻസി 2,344 plus 3,555 plus 2,600. ഇനി ഇത് കൂട്ടി നമുക്ക് 9 9 6 3 9 6 3 9 9 4 14 ബാക്കി 1 3 6 7 8. അപ്പൊ എത്ര കിട്ടി? 8,499. 8,499. ഓക്കെ. ഇനി നെക്സ്റ്റ് ധ്വനിയുടെ നോക്കാം. ധ്വനിയുടെ നോക്കാം. 2,279. അതുപോലെ തന്നെ 3,346, 1,592. 9 9 6 15 15 16 17 ബാക്കി 1 9 3 10 17 21 ബാക്കി 2 2 2 4 4 5 9 10 11 12 ബാക്കി 1 2 3 6 7. അപ്പൊ എത്ര കിട്ടി? 7,270. ഓക്കെ, കറക്റ്റ് അല്ലേ? 9 + 6 എത്ര കിട്ടും? 9 + 6 15 15 16 17. ഓക്കെ, കറക്റ്റ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി നോക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി. Who all want tickets for Dragon Train? Find out and write. അപ്പൊ ആർക്കൊക്കെ ആയിരിക്കും ഇപ്പോ ഡ്രാഗൺ ട്രെയിനിന്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുക? ഇപ്പൊ നമ്മൾ മേലെ പറഞ്ഞു. മേലെ നമ്മൾ എന്താ പറഞ്ഞേ? 7,000ന്റെ മേലെ പോയിന്റ്സ് നേടിയ എല്ലാവർക്കും ഡ്രാഗൺ ടിക്കറ്റ് ഉണ്ട്. ഇതിലുള്ള എല്ലാവരും എന്താണ്? 7,000ന്റെ മേലെയാണ്. അപ്പൊ എന്താണ്? all of the get dragon train ticket. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്റർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ലെറ്റേഴ്സ് ആസസ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്താ? കാൽക്കുലേറ്റ് ദ സം ആൻഡ് റൈറ്റ് ഇൻ ദ സർക്കിൾ. ടു ഗെറ്റ് ദ നമ്പർ ഇൻ ദ സർക്കിൾ എ, കാൽക്കുലേറ്റ് 2,850 plus 1,400. ഓക്കെ, അപ്പൊ എ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓക്കെ, എ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് സംഖ്യയും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എ കണ്ടുപിടിച്ച് നോക്കാം. 2,850 plus 1,400. 0 5 8 4 2 1 2 3 4 എന്താണ്? 4,250 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4,250 ആണ് എ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ബിയും സിയും ഡിയും ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമ്മൾ ഇത് ചരിച്ചൊന്ന് നോക്കിക്കേ, ഇങ്ങനെ ഒന്ന് നോക്കിക്കേ. ഈ സംഖ്യ തന്നിട്ടുണ്ട്, ഈ സംഖ്യ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ബി കണ്ടുപിടിച്ചൂടെ? അതിനെന്ത് ചെയ്താൽ മതി? ഇതും ഇതും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ബി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 2,850 plus 1,875 ചെയ്യുക. 5 ഇറക്കിട്ടു. 7 കഴിഞ്ഞാൽ 8 9 10 11 12 ബാക്കി 1 8 8 16 17 ബാക്കി 1 2 3 4. എത്ര കിട്ടി? 4,725. എത്രയാണ്? 4,725. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ കിട്ടിയേ. അപ്പൊ നമ്മൾക്ക് ഇവിടെ എഴുതാം. 4,725 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമുക്ക് സിയും കാണണം, ഡിയും കാണണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ചെയ്ത പോലെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടില്ലേ? കാരണം നമ്മൾ എന്ത് ചെയ്താൽ മതി?
1400ഉം 3650 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. അപ്പോൾ ഡി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1400 പ്ലസ് 3650 0 5 10 ബാക്കി 1 3 4 5. അപ്പോൾ എത്ര കിട്ടും? 5050 ആണ് ഡി. അപ്പോൾ നമ്മളിവിടെ എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയും അറിയാം ഡിയും അറിയാം. അപ്പോൾ ഇനി സി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബിയും ഡിയും കൂടി ആഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ബാക്കിലേക്ക് അടിച്ചു പോവുക, എന്നിട്ട് കൂട്ടുകാർ കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി സി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബി ആയിട്ടുള്ള 4725 പ്ലസ് 5050 5 ഇറക്കിട്ടു. 5 കഴിഞ്ഞാൽ 6 7 7 9 9775. ഓക്കെ അല്ലേ? അപ്പം എത്ര കിട്ടി? 9775 കിട്ടി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? സിയും കിട്ടി. ഇനി നമുക്ക് ഈ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണാൻ വേണ്ടിയിട്ട് ഇതും കൂടി ആഡ് ചെയ്താൽ മതി. 1875 പ്ലസ് 3650. 5 ഇറക്കിട്ടു. 7 കഴിഞ്ഞാൽ 8 9 10 11 12 ബാക്കി 1 8 9 5 ബാക്കി 1 3 4 5. എത്ര കിട്ടി? 5525 കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എല്ലാ നമ്പേഴ്സും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ നമ്മൾ എ കണ്ടുപിടിച്ചു, ഇനി ഇവിടെ ബിയും സിയും ഡിയും ഒന്നും തന്നിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ നിൽക്കരുത്. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡ് നമ്മൾ തിരഞ്ഞുപിടിക്കുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താ? റൈറ്റ് ദ നെക്സ്റ്റ് 5 നമ്പേഴ്സ്. അപ്പം അടുത്ത 5 നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അപ്പം നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് ആണുണ്ടെങ്കിൽ ഇതും ഇതിൽ നിന്നൊന്ന് മൈനസ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, 5100ഉം 4100ഉം ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. വെറുതെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. എന്താണ്? 1000 ആണ്. ഇനി നമുക്ക് എന്താ? 6100 മൈനസ്, ഇനി ഇതും കൂടി ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. 5100 അതും 100 ആണ്. അപ്പൊ ഇതിന്റെ കൂടെ 1000 ആഡ് ചെയ്തതാണ് ഇത്. ഇതിന്റെ കൂടെ 1000 ആഡ് ചെയ്തതാണ് ഇത്. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും? 6100 പ്ലസ് 6100 പ്ലസ് 1000 എത്രയാണ്? 7100. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും? അടുത്ത സംഖ്യ എത്രയായിരിക്കും? 7100 പ്ലസ് 1000 8. ഇനി അടുത്തത് എന്തായിരിക്കും? ഇതിന്റെ കൂടെ ഒരു 1000 കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതുവരെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. എന്താണ്? 4 5 ആയി 6 ആയി 7 ആയി 8 ആയി 9 ആയി അങ്ങനെ പോകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ 1000 ആഡ് ചെയ്ത് നോക്കുക. 1 0 0 1 10 എത്രയാണ്? 10100. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആ പാറ്റേൺ പോകുന്നു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് പാറ്റേൺ എന്താ? അപ്പൊ ആ നെക്സ്റ്റ് പാറ്റേൺ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതും നമ്മൾ ഇതുപോലെ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പാറ്റേൺ നോക്കി നോക്കാം എങ്ങനെ വരുന്നത് എന്ന്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കി നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മായ്ക്കാവേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 2852 minus 2352 0 0 3 4 5 6 7 8. അപ്പൊ 500 ആണ്. ഇനി അപ്പോൾ ഇതിന്റെയും ഡിഫറൻസും നമുക്ക് എടുത്തിട്ട് 500 തന്നെയാണോ നോക്കി നമുക്ക് മനസ്സിലാക്കാം. 500 വെച്ചിട്ടാണ് കൂടി പോകുന്നത്. അപ്പോൾ എല്ലാ ഡിജിറ്റിന്റെ കൂടെ 500 കൂട്ടി നമുക്ക് അപ്പുറത്തെ ഡിജിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 3332 minus 2800
52 0. ഇവിടെ എത്ര കിട്ടി? 13 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആവും. ഇവിടെ 1 2 5 കഴിഞ്ഞാൽ 6 7 8 9 10 11 12 13 7 ആണ് കിട്ടിയത്. 8 കഴിഞ്ഞാൽ 9 10 11 12 470 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പാറ്റേൺ പെട്ടെന്ന് കിട്ടിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ നമുക്ക് 5 എടുത്തിട്ട് നോക്കി നോക്കാം. അതായത് 3352 മൈനസ് 2852 കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കിക്കേ. കാരണം മറ്റേ റിലേഷൻ ഒന്നും നമുക്ക് കാണുന്നില്ല. പിന്നെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂട്ടുകാരോട് ചോദിക്കുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു മിസ്റ്റേക്ക് ആയി വരാനാണ് ചാൻസ് കൂടുതൽ. കൂട്ടുകാരൊന്ന് മൈനസ് ചെയ്തൊക്കെ 3352 മൈനസ് 2852. ഓക്കെ, അപ്പം നമുക്ക് 500 ആണ് കിട്ടുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 500 കിട്ടും. അപ്പം 500 ആഡ് ചെയ്ത് പോവാന്നാണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം? 3352 പ്ലസ് 500 ചെയ്യാം. 2 5 5 കഴിഞ്ഞാൽ 6 7 8 3. അപ്പം നമുക്ക് അടുത്ത സംഖ്യ കിട്ടി 3 8 5 2. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 500 ആഡ് ചെയ്ത് നോക്കാം. 2 5 8 കഴിഞ്ഞാൽ 9 10 11 12 13. ബാക്കി 1 3 4 കിട്ടി. അടുത്ത സംഖ്യ കിട്ടി 4 3 5 2 കിട്ടി. ഇനി അടുത്ത ഒരു സംഖ്യയും കൂടി ഇങ്ങനെ കണ്ടുപിടിച്ച് ആ ബ്ലാങ്ക് കഴിയുന്നവരെ എഴുതാം. അടുത്ത സംഖ്യ കിട്ടി 4 8 5 2. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ച് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാം. Just a minute. ഓക്കെ, ഇത്ര സ്പേസ് പോരെ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 2111 മൈനസ് 1000 ഒന്ന് ചെയ്ത് നോക്കിയേ. 1 1 1 1 1 കിട്ടി. ഇനി ഇതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയേ. 3 2 2 2 മൈനസ് 2 1 1 1 1 1 1 1. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 1000 അല്ലേ? 1111 ആണ്. 1111 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പം നമുക്ക് പോയി നോക്കാം. ഓക്കെ, 3222 പ്ലസ് 1 1 1 1 3 3 3 4. ഓക്കെ, ഇനി അടുത്ത വണ്ണ് ചെയ്തേ. 1 1 1 1 4 4 4 5. ഇനി അടുത്ത വണ്ണ് ചെയ്തേ. 1 1 1 1 5 5 5 6. ഓക്കെ, അപ്പോൾ 5 4 4 6 5 5. അടുത്തത് എന്ത് വരും? 7 6 6 6 8 7 7 7. അപ്പോൾ നമുക്ക് എഴുതാം 3 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇത് കിട്ടി 4 3 3 3. അത് കഴിഞ്ഞപ്പോൾ 5 4 4 4. അത് കഴിഞ്ഞപ്പോൾ 6 5 5 5. അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി അടുത്ത നമ്പർ നോക്കൂ. അടുത്ത നമ്പർ നോക്കിക്കേ. ഇതിൻ്റെ വ്യത്യാസം ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചേ. 3748 മൈനസ് 2839. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് ചെയ്തിട്ട് എത്ര കിട്ടുന്നതെന്ന് നോക്കിക്കേ. 3748 മൈനസ് 2839. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം. ഓക്കെ, ഇത്ര കിട്ടും. അതായത് 909 അഥവാ 909 കിട്ടും. ഇനി മറ്റേ ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കൂ. 4657 മൈനസ് 3748. ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 4657
657 minus 3748. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് സേവ് 909 കിട്ടും. അപ്പൊ ഇവിടെ എന്താ 909 ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4657 പ്ലസ് 909. 9 പ്ലസ് 7 എത്രയാണ്? 16. ബാക്കി 1 5 6. 9 പ്ലസ് 6 15. ബാക്കി 1 5. ഇനി അതിൻ്റെ കൂടെ പിന്നെയും ഒരു 9 കൂട്ടൂ. 909. അപ്പോൾ 9 പ്ലസ് 6 എത്ര വരും? 15. ബാക്കി 1 7. 14. ബാക്കി 1 6. ഇനി 9 9 9 0 9. 909 അല്ല 909 അഥവാ 909. ഇവിടെ 4 1 7 കഴിഞ്ഞാൽ 8 9 9 4 13. ബാക്കി 1 6 7. ഓക്കെ, അങ്ങനെ ആ പാറ്റേൺ അങ്ങനെ പോകുന്നു. നമുക്ക് കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. എത്രയൊക്കെ എഴുതാം? 5566 കിട്ടി. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് കിട്ടിയത് ഏതാ? 6475 കിട്ടി. ദെൻ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാണ് 7384. അങ്ങനെ ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഓക്കെ, ഇനി എന്താ? വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ എംപ്റ്റി സെൽ? ഈ എംപ്റ്റി സെല്ലിലുള്ള നമ്പർ എന്തായിരിക്കാം? അപ്പൊ ആദ്യം അത് നോക്കിയിട്ട് എന്തെങ്കിലും റിലേഷൻ അവർ തമ്മിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കി നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കി. അങ്ങനെയാണ് നമ്മൾ റിലേഷൻ കാണുക. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. 7 കഴിഞ്ഞാൽ 8 9 10 11 12. ഓക്കെ, അപ്പൊ അവ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ല. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഒന്ന് നോക്കിക്കേ, നമുക്കിതൊരു പാറ്റേൺ പോലെ എഴുതിക്കൂടെ? 1500 1750 2050 ഒരു ഡാഷ്. ഓക്കെ, അപ്പൊ ഈ 1500 എന്ത് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 1750 കിട്ടി? നോക്കിക്കേ, 1750 നിന്നും 1500 മൈനസ് ചെയ്യാം. പിന്നെ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര പറ്റും? 250 പ്ലസ് 250 ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ഇതിന് ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കിയേ. 2050 മൈനസ് 1750 ഒന്ന് ചെയ്ത് നോക്കിയേ. 0 300 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ പ്ലസ് 300 ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പൊ പ്ലസ് 350 ചെയ്താൽ നമുക്ക് ഈ സംഖ്യ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ പ്ലസ് 350 ചെയ്താൽ മതി. അതായത് 2050 പ്ലസ് 350 ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും ആൻസർ? ബി 2400 ആണ് വരിക. ഇത് കുറച്ച് ടഫ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, കൂട്ടുകാർ പേടിക്കേണ്ട. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. Then this is our last question. Look at the shooting target and answer the questions below. അപ്പോൾ ഷൂട്ടിംഗ് ടാർഗറ്റ് നോക്കി നോക്ക് കൂട്ടുകാർ. എന്നിട്ട് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ഉള്ളിൽ 1000 വരുന്നുണ്ട്, ദെൻ 100, ദെൻ 10, 1 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കി നോക്കാം. How many points would be scored if one hits each of the circle once? അപ്പോൾ എല്ലാ സർക്കിളിന്റെയും ഉള്ളിൽ ഒരു പേഴ്സണ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിലും ഹിറ്റ് ചെയ്തു, ഇതിലും കൂടി ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പോയിന്റ്സ് ആ പേഴ്സണ് ലഭിക്കാം? എത്രയാണ് അത് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാതും കൂടെ ആഡ് ചെയ്താൽ മതി. എത്രയാണ്? 1111 പോയിന്റ്സ് കിട്ടും. ഇനി ധ്വനി ഹിറ്റ് 100 സർക്കിൾ 3 ടൈംസ്. 100 സർക്കിളിൽ 3 പ്രാവശ്യം. 100 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. അപ്പൊ 300 ആയി. ദെൻ എന്താ? ആൻഡ് 10 സർക്കിൾ 2 ടൈംസ്. 10 സർക്കിൾ എത്രയാണ്? 2 ടൈംസ് ആണ്, അതായത് 20 ആണ്.
ഓക്കെ, ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഷീ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ധ്വനിക്ക് എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും? 3020 പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ടാവും. ഇനി ധനു ഷോട്ട് 10 times and scored 5140. Which are the circle be hit how many times each? അപ്പോൾ ധനു എന്താണ് 10 ടൈംസ് ഷൂട്ട് ചെയ്തിട്ട് 5140 ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എത്ര പ്രാവശ്യം അവൻ എത്ര ഷോട്ട് പോയിട്ടുണ്ടാവും? അതിനെന്ത് ചെയ്താൽ മതി? ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താൽ മതി. 5000 പിന്നെ എത്രയാണ്? 100 4 tens. അപ്പൊ ഇത്രയും പ്രാവശ്യം പോയിട്ട് ഉണ്ടാവാം. ഓക്കെ അല്ലേ? എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടുകാര് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ചോദിക്കുക. then അടുത്തത് എന്താ? among the number below which can be total score of 10 shots? അപ്പൊ 10 ഷോട്ട്സിന്റെ ടോട്ടൽ സ്കോർ എത്രയായിരിക്കാം? 4510 ആയിരിക്കാം. ആഫ്റ്റർ മെനി ഷോട്ട്സ് one's total score was 3333. What is the minimum shots he must have fired? എത്രയായിരിക്കും മിനിമം ഷോട്ട് എന്ന് പറയുന്നത്? 3 + 3 + 3 + 3 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, ഉത്തരം 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.